ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ക്രൗബോയ് എന്ന പാഠഭാഗത്തിലെ ഒരു യൂണിറ്റ് ടെസ്റ്റാണ്. അപ്പോൾ ക്രൗബോയ് എന്ന പാഠഭാഗത്തിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷൻ, മലയാളത്തിലടക്കമുള്ള എക്സ്പ്ലനേഷൻ, അതേപോലെ തന്നെ മുഴുവൻ ആക്ടിവിറ്റീസും ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നെയിംസ് ആൻഡ് നെയിംസിലെ ഫുൾ ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ ഒരു മോഡൽ ടെസ്റ്റ് പേപ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് പേപ്പർ നടത്താൻ വെച്ചാലും അതേപോലെ ഇനി വരാനിരിക്കുന്ന ഓണം എക്സാമിനൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യം നോക്കാം. എക്സാമിനും ആദ്യം നമുക്കൊരു പാസേജ് തരും. ആ പാസേജിൽ തന്നെ നിന്നുള്ള പാസേജ് നല്ല ശ്രദ്ധിച്ച് വായിക്കുക. എന്നിട്ട് ആ പാസേജിൽ നിന്ന് 5 ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ നമുക്ക് എ ഗ്രേഡ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചോദ്യം ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാകും. അപ്പോൾ ചിലപ്പോൾ നമുക്കറിയാവുന്ന പാസേജോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള പാസേജോ ആയിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് അത് വായിച്ച് നോക്കാം. നൗ ഇറ്റ് വാസ് ഇൻ ദ 6th grade stand. Mr. Isobe was the one who to introduce the performer. We have a friend in our class who has never been absent. He has come to school every day, rain or shine, snow or hail. We are very proud of him. He is going to show you something very special. Come on up, Chibi. അപ്പോൾ നൗ ഇറ്റ് ഈസ് ദ 6th grade's turn. ഇനി 6ാം ക്ലാസ്സിൻ്റെ ടേൺ ആണ്. അപ്പം മിസ്റ്റർ ഇസോബെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വി ഹാവ് എ ഫ്രണ്ട് ഇൻ അവർ ക്ലാസ് ഹു ഹാസ് നെവർ ബീൻ ആബ്സെൻറ്റ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇതുവരെ ആബ്സെൻ്റ് ആവാത്തൊരു കുട്ടിയുണ്ട്. ഈ ഹാസ് കെയിം ടു സ്കൂൾ എവറി ഡേ. എല്ലാ ദിവസവും വരും. അത് റെയിൻ ആയാലും ഷെയിൻ ആയാലും സ്നോ ആയാലും ഹെയിലായാലും ഒക്കെ വരുന്നൊരു കുട്ടിയുണ്ട്. വി ആർ വെരി പ്രൗഡ് ഓഫ് ഹിം എന്നൊക്കെ പറയാണ്. Chibi ascended the stage. He took his cap off. He bowed deeply. Then he gave a crow for the crow. Everybody's mind was taken to the far mountainside from which Chibi came to the school. Now they could imagine Chibi's home and family. They could see Chibi walking through the mountain pass, going to and from school and stopping on his way to make friends with the crows. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. വാട്ട് വാസ് ദ റിമാർക്കബിൾ അച്ചീവ്മെൻറ്റ് ഓഫ് ദ പെർഫോമർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മിസ്റ്റർ ഇസോബ്. അപ്പോൾ മിസ്റ്റർ ഇസോബ് എന്താണ് അച്ചീവ്മെൻ്റ് ആയിട്ട് പറഞ്ഞത്? ഹി വാസ് വെരി ബെസ്റ്റ് സിംഗർ. നല്ല സിംഗറാണ്. ഹി ഹാഡ് പെർഫെക്റ്റ് അറ്റൻഡൻസ്. He was top students in academics. He was funniest boy in the school. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? He had a perfect attendance at school. സ്കൂളിൽ നല്ല അറ്റൻഡൻസ് ഉള്ള കുട്ടിയായിരുന്നു. അതാണ് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് പറഞ്ഞത്. ഇനി അടുത്തത്, വാട്ട് വാസ് ദ വെതർ കണ്ടീഷൻ ദാറ്റ് ചിബി എൻജോയ്ഡ് ടു കം ടു സ്കൂൾ എവറി ഡേ? Only Sundays, only mild weather, rain, shine, snow or hail, only when his friends came with him. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. റെയിൻ ആയാലും ഷൈൻ ആയാലും സ്നോ ആയാലും ഹെയിൽ ആയാലും ആരെത്തും? ചിബി സ്കൂളിലെത്തും. What did Chibi do just before his performance on stage? He sang a song, he told a joke, he took off his cap and bowed deeply. He greeted the audience verbally. അപ്പോൾ ശരിയായ ഉത്തരം നമ്മൾ ആ പാസേജിൽ നിന്ന് വായിച്ചത് ഏതാണ്? 3ാമത്തെ ഉത്തരമാണ് ശരി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് സ്പെസിഫിക് ക്രോ സൗണ്ട് ഡിഡ് ചിബി പെർഫോം ഫസ്റ്റ്? ആദ്യം എന്താ പെർഫോം ചെയ്തതെന്ന്? Crow mother's call, the sound of baby crows, the crow father crow, the sound of crows fighting. അപ്പോൾ നമ്മൾ പാസേജിലുള്ള എന്താണ്? ദ ക്രോ ഫാദർ ക്രോ ആണ്. അപ്പോൾ അത് നമുക്ക് എഴുതാം. ഇനി 5ാമത്തേത്, വാട്ട് ഈസ് ചിബീസ് പെർഫോമൻസ് ഹെൽപ്പ് ദ ഓഡിയൻസ് ഇമേജ്? ദ സ്കൂൾ ബിൽഡിംഗ്, ബസ്റ്റൺ സിറ്റി ഓഫ് എ ചിബീസ് ഹോം ആൻഡ് ഫാമിലി ഇൻ ദ മൗണ്ടൻസ്, മിസ്റ്റർ ഓഫ് ചൈൽഡ്ഹുഡ്. അപ്പോൾ ചിബി പെർഫോം ചെയ്തപ്പോൾ ഓഡിയൻസിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഏതാണ്? സ്കൂൾ ബിൽഡിംഗ് ആണോ, സിറ്റി ലൈഫ് ആണോ, അല്ലെങ്കിൽ ചിബീൻ്റെ വീടും അതേപോലെ തന്നെ മലഞ്ചെരുവിലുള്ള ഒരു കുടുംബത്തിനെ പറ്റിയിട്ടാണോ, അല്ലെങ്കിൽ മിസ്റ്റർ ഇസോബയുടെ ചൈൽഡ്ഹുഡാണ് ഓർമ്മ വന്നത്? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു മോഡലാണ് നമ്മുടെ ഓണം എക്സാമിനും യൂണിറ്റ് ടെസ്റ്റിനൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. ഇനി അടുത്ത നമുക്കൊരു ഡയറി എൻട്രി എഴുതാം. ഇമാജിൻ യു ആർ ചിബി ഓൺ ദ നൈറ്റ് ആഫ്റ്റർ ടാലൻറ്റ് ഷോ. യു ഫീൽ എ മിക്സ് ഓഫ് സർപ്രൈസ്, ഹാപ്പിനെസ് ആൻഡ് റിലീഫ്. റൈറ്റ് എ ഡയറി എൻട്രി ഡിസ്ക്രൈബിങ് യുവർ ഫീലിങ്സ് ആൻഡ് ദ ഇവൻറ്റ്സ് ഓഫ് ദ ഡേ. അപ്പം നിങ്ങൾ ചിബിയാണെന്ന് വിചാരിക്കുക. അപ്പം പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ വീട്ടിലെത്തി.
അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, ആശ്വാസമുണ്ട്, പിന്നെ സർപ്രൈസ് ഉണ്ട്, ഇത്രയും ഞാൻ ചെയ്തല്ലോ എന്നൊക്കെ ചിബിക്ക് തോന്നുകയാണ്. റൈറ്റ് എ ഡയറി എൻട്രി. ഇപ്പോൾ അന്നത്തെ ദിവസം ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ തീർച്ചയായും നോക്കേണ്ട ഒരു കാര്യം എന്താണ്, ഫസ്റ്റ് നമ്മൾ ഡേറ്റ് എഴുതണം. വേണമെങ്കിൽ നമുക്കൊരു 10 PM എന്നോ അല്ലെങ്കിൽ 9 PM എന്നോ നമുക്ക് സമയം എഴുതാം. PM തന്നെ എഴുതണം, കാരണം AM എന്ന് പറഞ്ഞിട്ടുണ്ടോ രാവിലെയാണ്, PM ആണ് രാത്രി. അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് ഡയറിയിൽ എഴുതണം. ഇനി നമുക്ക് കണ്ടൻ്റ് ഒന്നും അറിയുന്നില്ലെങ്കിലും ഈ ഡയറിയിൽ നമ്മൾ ഡേറ്റ് ഫസ്റ്റ് എഴുതണം. അത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഐ സ്റ്റിൽ കാൺട്ട് ബിലീവ് വാട്ട് ഹാപ്പൻ ടുഡേ. ഇന്ന് എന്താ സംഭവിച്ചതെന്ന് തന്നെ എനിക്കറിയുന്നില്ല. ദ അപ്ലോസ്, ആ കയ്യടി. ഐ വാസ് സോ ലൗഡ്, ഐ വാസ് സോ സ്കയേർഡ്, സ്കയേർഡ്, ഞാൻ പേടിച്ചിരുന്നു. വെൻ മിസ്റ്റർ ഈസോപ്പ് കോൾഡ് മൈ നെയിം, എൻ്റെ പേര് വിളിച്ചപ്പോൾ എനിക്ക് പേടിയിരുന്നു. മൈ ഹാൻഡ്സ് വർ ഷെയ്ക്കിങ്, എൻ്റെ കൈകളൊക്കെ ഇങ്ങനെ വിറയ്ക്കായിരുന്നു. വെൻ ഐ ടുക്ക് ഓഫ് മൈ ക്യാപ്പ്, ബട്ട് ദെൻ വെൻ ഐ മെയ്ഡ് ദ ക്രോ ഫാദർ സൗണ്ട്, സംതിങ് ചേഞ്ച്ഡ്. They weren't laughing, they were listening, and then they clapped. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് വിറയ്ക്കുന്നുണ്ടായിരുന്നു എൻ്റെ പേരൊക്കെ വിളിച്ചപ്പോൾ. പിന്നെ ഞാൻ ക്രോ ഫാദർ ചെയ്തപ്പോൾ എല്ലാവരും അതൊക്കെ ചേഞ്ചായി. എല്ലാവരും ചിരിക്കുന്നൊന്നുമില്ല, എല്ലാവരും എന്നെ ലിസൺ ചെയ്യായിരുന്നു. പിന്നെ എല്ലാവരും ക്ലാപ്പ് ചെയ്തു. ഇനി അടുത്ത തോട്ട്സ് എഴുതാം. The other children who once called him Slowpoke listened with wide-eyed wonder. A ripple of amazement spread through the hall. What thoughts might be going through the minds of Chibi's classmates as they watch his performance? Write their thoughts. അപ്പോൾ മറ്റുള്ള കുട്ടികൾ ഇതുവരെ അവനെ കളിയാക്കിയായിരുന്നു. സ്ലോ പോക്ക് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കിയായിരുന്നു. അവർക്കൊക്കെ ഒരു വലിയൊരു എന്താ പറയുക അത്ഭുതമായിരുന്നു ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട്. അപ്പം ചിബീസിൻ്റെ ക്ലാസ്മേറ്റ് ഒരാൾക്ക് ഇങ്ങനെ മനസ്സിൽ ഒന്ന് തോന്നുകയാണ്, ഈ പെർഫോമൻസ് കണ്ടപ്പോൾ നമ്മൾ ചിബീനോട് വളരെ എന്താണ് മോശമായിട്ട് പെരുമാറിയല്ലോ, അങ്ങനെ എന്തെങ്കിലും തോട്ട്സ് വരുമല്ലോ. അപ്പോൾ ആ ഒരു തോട്ട്സ് എഴുതാനാണ്. ഐ ക്യാൻ ബിലീവ് ഇറ്റ്സ് ചിബി. എനിക്ക് ചിന്തിക്കാൻ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത് ചിബിയാണ്. ഹീസ് നോട്ട് സ്ലോ പോക്ക് അറ്റ് ഓൾ. ദോസ് ക്രോ സൗണ്ട്സ് ആർ അമേസിങ്. അവനത് അവതരിപ്പിച്ച കാക്കയുടെ സൗണ്ടൊക്കെ അമേസിങ് ആണ്. വി വർ സോ റോങ് അബൌട്ട് ഹിം. നമുക്ക് തെറ്റിപ്പോയി. ഹീ ഈസ് റിയലി സ്പെഷ്യൽ. അവൻ നല്ല സ്പെഷ്യലാണ്. ഓ ദിസ് ഈസ് ഇൻക്രെഡിബിൾ. അവൻ്റെ പെർഫോമൻസ് അസാധ്യമാണ്. അങ്ങനെയാണ് ഒരു ക്ലാസ്മേറ്റിൻ്റെ ചിന്ത അല്ലെങ്കിൽ തോട്ട്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മളൊരു ഡയറിയും പഠിച്ചു, ഒരു തോട്ട് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് സീക്വൻസ് ദ സ്റ്റോറി. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഈ കഥ തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കും. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ഓർഡറിൽ എഴുതാം. Chibi is nicknamed Slowpoke by his peers. Mr. Aesop encouraged Chibi's unique talent with the crows. Mr. Aesop encouraged. Chibi performs his crow imitation at the school talent show. The student begin to call him Crowboy. Chibi demonstrates perfect attendance at school for years. Chibi feels isolated and hides in the cellar in his early school days. അപ്പോൾ ആദ്യം എന്താ വരിക, നമുക്കറിയാം ചിബി ഫീൽസ് ഐസൊലേറ്റഡ് ആൻഡ് ഹൈഡ്സ് ഇൻ ദ സെല്ലാർ ഇൻ ഹിസ് ഏർലി സ്കൂൾ ഡേയ്സ്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അവൻ അങ്ങനെ ആയിരുന്നു. ഓക്കെ, അവൻക്ക് ഏകാന്തത അനുഭവപ്പെട്ടിരുന്നു. ചിബി ഈസ് നിക് നെയിംഡ് സ്ലോ പോക്ക് ബൈ ഹിസ് പിയേഴ്സ്. അവൻ്റെ കൂടെയുള്ളവരൊക്കെ അവൻ എന്താ വിളിച്ചിരുന്നത്, സ്ലോ പോക്ക് എന്നായിരുന്നു. പിന്നെ അടുത്ത നമുക്ക് എന്ത് ചെയ്താം, ചിബി ഡെമോൺസ്ട്രേറ്റ് പെർഫെക്റ്റ് അറ്റൻഡൻസ് അറ്റ് സ്കൂൾ ഫോർ ഇയേഴ്സ്. മിസ്റ്റർ ഈസോപ്പ് എൻകറേജ് ചിബീസ് യൂണിക് ടാലൻറ്റ് വിത്ത് ക്രോസ്. Chibi performs his crow imitations at a school talent show. The student begin to call him Crowboy. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരും, നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും കഥകൾ ഉണ്ടാവും, ആ കഥകൾ തെറ്റിച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യന് ഒരു കോൺവെർസേഷനാണ്. ഇമാജിൻ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിസ്റ്റർ ഇസോപ്പ് ആൻഡ് ചിബി ഡ്യൂറിങ് വൺ ഓഫ് ദിയർ ഫസ്റ്റ് ഇൻട്രാക്ഷൻസ്. പെർഹാപ്സ് മിസ്റ്റർ ഇസോപ്പ് ഡിസ്കവേഴ്സ് ചിബീസ് ഇൻട്രസ്റ്റ് ഇൻ ഡ്രോയിങ് ഓർ ലിസണിങ് ടു സൗണ്ട്സ്. റൈറ്റ് ദ കോൺവെർസേഷൻ അബൌട്ട് 5 to 6 എക്സ്ചേഞ്ച്. അപ്പം കോൺവെർസേഷനാണ്, ഇസോപ്പും അതേപോലെ തന്നെ ചിബിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഹലോ ചിബി, വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ് സോ സാഡ് ടുഡേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്, നിന്നെ വളരെയധികം സാഡാണല്ലോ. നത്തിങ് സാർ, ഒന്നുമില്ല. ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. ഐ നോട്ടീസ്ഡ് യു ഓഫൺ ലുക്ക് അപ്പ് അറ്റ് ദ സീലിംഗ് ഓർ ലിസൺ ടു സൗണ്ട്സ്. വാട്ട് ഡു യു ഹിയർ? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, നീ ഒന്നെങ്കിൽ സീലിംഗിലേക്ക് നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ലിസൺ ചെയ്യാണ്. അപ്പോൾ നീ എന്താ കേൾക്കുന്നത്? വാട്ട് ഡു യു ഹിയർ? അപ്പോൾ ചിബി പറയാണ് ക്രോസ് സർ, ഡിഫറെൻറ്റ് കോൾസ്. ഞാൻ കാക്കകളെ ശ്രദ്ധിക്കുകയാണ്. മിസ്റ്റർ ഇസോപ്പ്, oh crows, that's very interesting. Do you know why they make different sounds?
നിങ്ങൾക്കറിയോ വൈ ദേ മേക്ക് ഡിഫറെൻറ്റ് സൗണ്ട്സ്, എന്തുകൊണ്ടാണ് അവർ ഡിഫറെൻറ്റ് സൗണ്ട്സ് ഉണ്ടാക്കുന്നത്? യെസ് സാർ, ഫോർ മോർണിംഗ്, ഫോർ ഫ്ലൈയിങ്, ഫോർ ഫാദർ ക്രോ. ഓ എനിക്കറിയാം സാറേ, രാവിലെ ഒരു സൗണ്ട്, പറക്കുമ്പോൾ വേറൊരു സൗണ്ട്, അമ്മക്കാക്കയുടെ വേറെ സൗണ്ട്, അച്ഛൻകാക്കയുടെ വേറെ സൗണ്ട് എന്ന് പറയണം. ദാറ്റ്സ് വണ്ടർഫുൾ ചിബി, യു ഒബ്സർവ് ദം വെരി വെൽ, കീപ് ലിസണിങ്. ഓ വളരെ വണ്ടർഫുൾ ആയിരിക്കുന്നല്ലോ, നീ ഇതൊക്കെ ഒബ്സർവ് ചെയ്തിരുന്നോ, നല്ലത് എന്ന് പറയണം. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ക്ലാസ് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ 6ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാത്സും അതേപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്